കോൺഗ്രസ് പാർട്ടിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഷാഫിക്ക കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് തെറ്റും വരുന്ന ഇനിയിപ്പോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും, അതൊന്നും കോൺഗ്രസ് ഇനി അതിലൊന്നും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് രാഹുലിനെ പുറത്താക്കിയത്. ഓക്കെ, ഇനി കേസ് കോടതിയിലെത്തിയിട്ടില്ലേ ഉള്ളൂ. കോടതിയൊക്കെ അത് അന്വേഷിച്ചിട്ട്, പോലീസൊക്കെ അന്വേഷിച്ചിട്ട് FIR ഒക്കെ വന്ന് കേസൊക്കെ എല്ലാം നടന്നിട്ട് അതിൻ്റെ വിധിയൊക്കെ വരുമല്ലോ. അപ്പോഴേ നമുക്ക് ആർക്കും ഇതിലാരാണ് തെറ്റുകാരെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അടുത്ത് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത വർഷം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു കല്ലുകടിയായിട്ട് ഈ രാഹുൽ നിന്ന് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ രാഹുലിനെതിരെ നിൽക്കുന്നത് കോൺഗ്രസ്സിലുള്ള സംഘടനയായ മഹിളാ കോൺഗ്രസ് ആണ്. അതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലാതെ സഖാക്കളും BJP കാരൊന്നും അല്ല രാഹുലിനെതിരെ തിരിയുന്നത്. പാർട്ടിയിലുള്ള വിഭാഗത്തിൽ പെട്ട മഹിളാ കോൺഗ്രസ് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഇവനെ കൊണ്ട് ശല്യം ഉണ്ടെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കേസും നൂലാമാലകളൊക്കെ ഇനി കോടതിയിലെത്തി വിധിയൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ആരാണ് ഇതിൽ തെറ്റുകാരെന്നുള്ളത്. രണ്ടുപേരും കൂടി സമ്മതപ്രകാരം ബന്ധപ്പെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ രാജ്യത്ത് ഇപ്പോൾ തെറ്റല്ലത് ആ നിയമം. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങളും ഗർഭാലസിപ്പിക്കലൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പിന്നെ കുറേ പീഡനം, ബലാത്സംഗം ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പോലീസ് കേസ് അന്വേഷിച്ച് കോടതിയിലെത്തി വിധിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് രാഹുൽ തെറ്റുകാരനെന്ന് പറയാൻ പറ്റുള്ളൂ.